നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പോസ്റ്റൽ വോട്ടുകൾക്ക് പിന്നാലെ EVM വോട്ടുകളും എണ്ണി തുടങ്ങിയപ്പോഴേക്കും കേരളത്തിലെ 2 മണ്ഡലങ്ങളിൽ ലീഡ് പിടിച്ച് NDA. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും തൃശൂരിൽ സുരേഷ് ഗോപിയുമാണ് ലീഡ് ചെയ്യുന്നത്. സുരേഷ് ഗോപി 7000-ലധികം വോട്ടുകൾക്കാണ് ആധിപത്യം നേടിയിരിക്കുന്നത്. അതേസമയം പോസ്റ്റൽ വോട്ട് എണ്ണി തീർത്തപ്പോൾ തന്നെ NDA സഖ്യം കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ്. നിലവിൽ രാജ്യത്തെ 496 സീറ്റുകളിലെ ഫലം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. BJPയുടെ മൃഗീയമായ മുന്നേറ്റത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ അസ്വസ്ഥരാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ 300 സീറ്റിലാണ് NDA ലീഡ് ചെയ്യുന്നത്. ഇന്ത്യ സഖ്യം ആകെ ലീഡിൽ നിൽക്കുന്നത് 177 സീറ്റിൽ മാത്രമാണ്. മറ്റു പാർട്ടികളിൽ 19 പേരാണ് ലീഡിൽ നിൽക്കുന്നത്. നരേന്ദ്രമോദിയോടുള്ള വിശ്വാസമാണ് വമ്പൻ ലീഡിലേക്ക് നയിക്കുന്നതെന്നാണ് BJP നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. അമേഠിയിൽ സ്മൃതി ഇറാനി ഉൾപ്പെടെ രാജ്യത്തെ BJPയുടെ എല്ലാ പ്രമുഖ നേതാക്കളും മുന്നിലാണ് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കേവല ഭൂരിപക്ഷം കഴിഞ്ഞപ്പോഴേക്കും BJP പാർട്ടി ആസ്ഥാനങ്ങളിൽ ആഘോഷങ്ങൾക്ക് തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിജയം ഉറപ്പിച്ചുകൊണ്ട് മധുര പലഹാരങ്ങളും ഭക്ഷണങ്ങളും ഒരുക്കുകയാണവർ. BJP റായ്പൂർ ഘടകം 201 കിലോ ലഡുവാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഫലപ്രഖ്യാപനത്തിന് ശേഷം അണികൾക്കും പ്രദേശവാസികൾക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് 11 വ്യത്യസ്ത തരം ലഡു ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നതിന് ശേഷം ഉച്ചയോടെ ലഡു വിതരണം ആരംഭിക്കുമെന്നും BJP നേതാവ് ലളിത് ജയ്സിംഗ് പറഞ്ഞു. സന്തോഷ സൂചകമായി രാത്രി വരെ ലഡു വിതരണം നീളുമെന്നും ലളിത് പറഞ്ഞു. തുടർച്ചയായ 3ാം വിജയം വലിയ രീതിയിൽ ആഘോഷിക്കാനാണ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും. ഡൽഹിയിലെ BJP ഓഫീസിൽ വലിയ അളവിൽ പൂരിയും ലഡുവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചോല ഭട്ടൂരെ ഒരുക്കിക്കൊണ്ട് കോൺഗ്രസ് ആസ്ഥാനവും ഉത്സവ അന്തരീക്ഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 297 സീറ്റുകളിൽ NDAക്ക് ലീഡുണ്ട്. BJPക്ക് ഒറ്റയ്ക്ക് 249 സീറ്റുകളിൽ ലീഡ് നേടാനായി. 160 സീറ്റിൽ മാത്രമാണ് NDA സഖ്യം ലീഡ് ചെയ്യുന്നത്. മറ്റു പാർട്ടികൾക്ക് 18 സീറ്റുകളിലാണ് ലീഡുള്ളത്. എക്സിറ്റ് പോളുകളിലെല്ലാം തന്നെ BJPക്ക് തുടർഭരണം പ്രവചിച്ചിട്ടുണ്ട് എങ്കിലും ജനവിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ സഖ്യം. 295 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. അതേസമയം പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീരും മുൻപേ തന്നെ NDA സഖ്യം ഇന്ത്യ സഖ്യത്തെക്കാൾ ബഹുദൂരം മുന്നിലാണ്. 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായില്ല എങ്കിലും 350 കടക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJPയും സഖ്യകക്ഷികളും ഇപ്പോഴുള്ളത്.